നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര് രാജീവർ അറസ്റ്റിലായതോടെ കേരളം ചർച്ച ചെയ്യുന്നത് താഴമൺമഠത്തിന്റെ പാരമ്പര്യവും തന്ത്രിയുടെ അധികാരങ്ങളുമാണ്. ഒരു വശത്ത് 1400 വർഷത്തെ ഐതിഹ്യ പെരുമ, മറുവശത്ത് സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന ആരോപണങ്ങൾ. എന്താണ് താഴമൺമഠത്തിന്റെ ചരിത്രം? എന്താണ് തന്ത്രിയുടെ അധികാരം? ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ അവസാന വാക്ക് ആരുടേതാണ്? ഈ ചോദ്യത്തിന് ഉത്തരമായി തെളിയുന്നത് ചെങ്ങന്നൂരിലെ പമ്പാ നദീതീരത്തുള്ള താഴമൺമഠമാണ്. പരശുരാമനിൽ നിന്ന് ലഭിച്ച ദൈവികമായ അവകാശം 1400 വർഷങ്ങളായി പവിത്രമായി കാത്തുസൂക്ഷിക്കുന്ന പാരമ്പര്യത്തിന്റെ ചരിത്രമാണ് താഴമൺമഠത്തിന് പറയാനുള്ളത്. പരശുരാമൻ കേരളം സൃഷ്ടിച്ച ശേഷം 108 ശാസ്താക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും നിർമ്മിച്ചു. ഈ ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾക്കായി ആന്ധ്രയിലെ കൃഷ്ണ നദീ തീരത്ത് നിന്ന് 2 ബ്രാഹ്മണ സഹോദരന്മാരെ അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇരുവരുടെയും കഴിവ് പരീക്ഷിക്കാൻ പരശുരാമൻ കൃഷ്ണ നദിയെ അക്കരെ കടക്കാൻ സാധിക്കാത്ത വിധം പ്രക്ഷുബ്ധമാക്കി. ഒരാൾ, അതായത് തരണല്ലൂർ തന്ത്രി, തൻ്റെ താന്ത്രിക സിദ്ധിയാൽ ജലത്തിന് മുകളിലൂടെ നടന്ന് മറുകരയിലെത്തി. രണ്ടാമൻ കൈകൾ കൊണ്ട് നദിയെ വകഞ്ഞു മാറ്റി അടിത്തട്ടിലൂടെ നടന്ന് അക്കരെ കടന്നു. ഇദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് പിന്നീട് താഴമൺ തന്ത്രിമാർ എന്ന് അറിയപ്പെട്ടത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവകാശം തരണല്ലൂരിനും താഴമണിനുമായി പരശുരാമൻ വീതിച്ചു നൽകി. പിന്നീട് കേരളത്തിലുണ്ടായ പുതിയ ക്ഷേത്രങ്ങളുടെ അവകാശങ്ങളും ഇവരിലെത്തി. തന്ത്രശാസ്ത്രപ്രകാരം ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുക, പൂജകൾ ശാസ്ത്രാനുസരണം നിശ്ചയിക്കുക എന്നിവ തന്ത്രിയുടെ അവകാശമാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവന്റെ പിതാവിന്റെ സ്ഥാനമാണ് തന്ത്രിക്കുള്ളത്. ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം തന്ത്രിക്കാണ്. കോടതികളും നിയമ സംവിധാനങ്ങളും ഈ പരമാധികാരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡ് നൽകുന്ന ശമ്പളമല്ല, മറിച്ച് ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന പാരമ്പര്യ അവകാശമാണ്. സ്വയം ഒഴിയാതെ ഈ സ്ഥാനം മാറ്റാൻ ആർക്കും അധികാരമില്ല. ശബരിമല ഉൾപ്പെടെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെ താന്ത്രിക അവകാശം താഴമൺമഠത്തിലെ പുരുഷന്മാർക്കാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കേവലം ഒരു പദവിയിൽ എന്നതിലുപരി ശാസ്ത്രീയവും ആചാരപരവുമായ കൃത്യമായ നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ സ്ഥാനം. വിഗ്രഹ പ്രതിഷ്ഠ നടത്തുക, പൂജാതി കർമ്മങ്ങൾ ശാസ്ത്രാനുസരണം ചിട്ടപ്പെടുത്തുക, അവ നിർവഹിക്കുകയോ ചെയ്യിക്കുകയോ ചെയ്യുക എന്നതാണ് തന്ത്രാവകാശം. ക്ഷേത്രത്തിലെ ദൈവികമായ സകല കാര്യങ്ങളിലും വിധി പറയാനുള്ള പരമാധികാരം തന്ത്രിക്കാണ്. ഉപനയന കർമ്മം പൂർത്തിയാകുന്നതോടെയാണ് കുടുംബത്തിലെ പുരുഷന്മാർക്ക് തന്ത്രാവകാശത്തിനുള്ള അർഹത ലഭിക്കുന്നത്. പേരിനൊപ്പം കണ്ഠര് എന്ന സ്ഥാനം ഇവർ ചേർക്കുന്നു. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് പ്രധാന തന്ത്രിയായി അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ക്ഷേത്രകാര്യങ്ങളിലെ അവസാന വാക്ക്. കാലാന്തരത്തിൽ കുടുംബത്തിലെ മറ്റു പുരുഷന്മാരുമായും തന്ത്രാവകാശം പങ്കിട്ടെടുക്കുന്ന രീതി നിലവിൽ വന്നു. ശബരിമല പോലുള്ള വലിയ ക്ഷേത്രങ്ങളിൽ ഓരോ വർഷവും ഓരോരുത്തർ മാറി മാറി ചുമതലയേൽക്കുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ പിന്തുടരുന്നത്. BC 100 ശബരിമലയുടെ താന്ത്രിക അവകാശം താഴമൺ കുടുംബത്തിന് ലഭിക്കുന്നത്. കുടുംബത്തിലെ പുരുഷന്മാർ ഉപനയനത്തിന് ശേഷം പേരിനൊപ്പം കണ്ഠര് എന്ന് ചേർക്കുന്നു. നിലവിൽ കണ്ഠര് രാജീവര്, കണ്ഠര് മഹേഷ് മോഹനര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരാണ് പ്രധാന തന്ത്രിമാർ. ഓരോ വർഷവും ഓരോരുത്തർക്കായി മാറി മാറിയാണ് ശബരിമലയുടെ താന്ത്രിക ചുമതല. ശബരിമലയുടെ ചരിത്രവും താഴമൺ മഠവും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ നീളുന്നതാണ്. ക്ഷേത്രത്തിന് നേരിടേണ്ടി വന്ന ഓരോ പ്രതിസന്ധിയിലും പ്രാണപ്രതിഷ്ഠയുടെ പുണ്യം പകർന്നു നൽകിയത് ഈ കുടുംബത്തിലെ തന്ത്രിമാരായിരുന്നു. 1075 ശബരിമല ക്ഷേത്രം വൻ അഗ്നിബാധയിൽ നശിച്ചപ്പോൾ അന്ന് അയ്യപ്പ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചത് കണ്ഠര് പ്രഭാകരായിരുന്നു. കാലങ്ങൾക്കിപ്പുറം 1952 വീണ്ടും ക്ഷേത്രം അഗ്നിക്കിരയാവുകയും വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് കാണുന്ന പുതിയ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അക്കാലത്തെ തന്ത്രിയായിരുന്ന കണ്ഠര് ശങ്കരനാണ്. വലിയ തന്ത്രിയായിരുന്ന കണ്ഠര് മഹേശ്വരിയുടെ വിയോഗത്തിന് ശേഷം നിലവിൽ താഴമൺ കുടുംബത്തിലെ മുതിർന്ന തന്ത്രിസ്ഥാനം കണ്ഠര് മോഹനർക്കാണ്. എന്നാൽ ഹണി ട്രാപ്പ് വിവാദത്തിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ശബരിമലയിലെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. മഹേശ്വരിയുടെ സഹോദരനായ കണ്ഠര് കൃഷ്ണരുടെ മകൻ കണ്ഠര് രാജീവരാണ് കുടുംബത്തിലെ മറ്റൊരു പ്രധാന തന്ത്രി. കണ്ഠര് രാജീവരുടെ മകനാണ് കണ്ഠര് ബ്രഹ്മദത്തൻ. 2024 അദ്ദേഹം ശബരിമല തന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. താഴമൺ തന്ത്രിമാർക്ക് തന്ത്രാവകാശമുള്ള ക്ഷേത്രങ്ങളെ തിരിച്ചറിയാൻ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ കൊടിമരത്തിന്റെ തണ്ട് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. താഴമൺ കുടുംബത്തിലെ സ്ത്രീകൾക്കും ആചാരങ്ങളിൽ സവിശേഷമായ ഒരു പങ്കുണ്ട്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദേവി തൃപ്പൂതാകുമ്പോൾ ദേവിയുടെ ഉടയാട പരിശോധിച്ച് തൃപ്പൂത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് താഴമൺ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയാണ്. ഇത് കേരളത്തിലെ മറ്റ് ബ്രാഹ്മണ കുടുംബങ്ങളിൽ കാണാത്ത പ്രത്യേകതയാണ്. ശബരിമല വിഷയങ്ങളിൽ പലപ്പോഴും തന്ത്രി കുടുംബാംഗമെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഈശ്വറിന് താഴമൺ മഠവുമായി ആചാരപരമായ അവകാശ ബന്ധമില്ല. കണ്ഠര് മഹേശ്വരിയുടെ മകൾ മല്ലികയുടെ മകൻ മാത്രമാണ് അദ്ദേഹം. കേരളത്തിലെ ബ്രാഹ്മണ ആചാരപ്രകാരം മക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്നതിനാൽ പെൺമക്കളുടെ മക്കൾക്ക് താന്ത്രിക അവകാശം ലഭിക്കില്ല. തന്ത്രിമാർ ദേവസ്വം ബോർഡിന്റെ ശമ്പളക്കാരായ ഉദ്യോഗസ്ഥരല്ല. ക്ഷേത്രങ്ങളിലെ ദൈവിക കാര്യങ്ങളിൽ തന്ത്രിയുടെ വാക്ക് പ്രധാനമെന്ന് സർക്കാർ പോലും അംഗീകരിക്കുന്നു. മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ തന്ത്രി അംഗമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ശാന്തിക്ക് മൂലമന്ത്രം ഓതിക്കൊടുത്ത് അഭിഷേകം നടത്തി അവരോധിക്കുന്നതും തന്ത്രിയാണ്.